എല്ലാവർക്കും എയർ ഫാമിലിയുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഞങ്ങൾ ചങ്ങനാശ്ശേരി പഴയ പള്ളിയും കാഞ്ഞിരപ്പറ്റവും പോവുകയാണ്. അപ്പോൾ നിങ്ങളും ഞങ്ങളുടെ പോരെ. അവിടുത്തെ പുതിയ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ നമുക്കറിയാം. അങ്ങനെ ഞങ്ങൾ പള്ളികളിലേക്ക് പോകാനുള്ള ഊണ് പൊതിച്ചോറാക്കിയാണ് പിള്ളേർക്കും എല്ലാവർക്കും ഒരാഗ്രഹം. കാരണം ഹോട്ടലിൻ്റെ പരിമിതി ഉണ്ടല്ലോ അവിടെ, ചിലടത്ത് ഹോട്ടലൊന്നും കാണത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ തീരുമാനിച്ച് ഉച്ചയ്ക്ക് ഒരു പൊതിച്ചോറ് ഞങ്ങൾക്ക് 4 പേർക്കൂടെ, പിന്നെ കൂട്ടത്തിൽ ഒരു അഞ്ചാമനും കൂടെ കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. കണ്ടോ പൊതിച്ചോറ് കണ്ടോ? അത് ബീട്രൂട്ട്, പയർ മെഴുക്കുവരട്ടി, പിന്നെ ചമ്മന്തി, ചമ്മന്തിയും പിന്നെ മത്തി പൊരിച്ചതും ഉണ്ട്. അങ്ങനെ ഭാര്യയെല്ലാം ഓരോ പ്ലേറ്റിലാക്കിയത് ഓരോ പൊതിയാക്കിയാണ്. പിന്നെ മാമ്പഴ പുളിശ്ശേരി കഴിക്കുന്നു. പള്ളിയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ. കാരണം ഇവിടുന്ന് അവിടെ ചെല്ലുമ്പോൾ ഉച്ച കഴിയുമല്ലോ. അപ്പോൾ അവിടുന്ന് നമുക്കെല്ലാം കഴിക്കാൻ വേണ്ടിയാണ് ഭാര്യയെല്ലാം നടത്തി വയ്ക്കുക. ഓരോന്ന് ഒറ്റത്തട്ടത്തായിട്ട് വെക്കുന്നുണ്ടോ? ആ വാഴയിലയിൽ ഉണ്ണുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും അവിടെ ചെന്ന് നില്ലുമ്പോൾ. പിന്നെ പോകുന്ന പോക്ക് ഞങ്ങൾ കുറേ കാഴ്ചകളൊക്കെ എത്തിയിട്ടുണ്ട്. നിങ്ങൾ മുഴുവനും കാണും. ഞങ്ങളിവിടെ പോരാ. കാഞ്ഞിരമുറ്റം പഴയ പള്ളിയിലേക്കാണ് ഞങ്ങളുടെ. പഴയ പള്ളിയിൽ ആദ്യം പോകും, പിന്നെ കാഞ്ഞിരമുറ്റം. ഞങ്ങളാ കഴിയുന്ന അവിടുത്തെ ചില നല്ല കാഴ്ചകളൊക്കെ എടുത്ത് പകർത്തിയിട്ടുണ്ട്. വോയിസ് റെക്കോർഡ് കൊടുത്ത് കണ്ട് നമുക്കെല്ലാം എടുത്ത് പറയാൻ പറ്റും. എല്ലാം പൊതിച്ചോറ് അങ്ങനെ കെട്ടി വെച്ചിരിക്കുക. കാരണം ഞങ്ങളത് 4 പേരാണ് ഞങ്ങൾ. പക്ഷേ 5 പേരുടെ പൊതി ഞങ്ങളത്. കാരണം ആരെങ്കിലും അവിടെ വിശന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു പൊതി കൊടുക്കാമെന്ന് വെച്ച് ഞങ്ങൾ പഴയ പള്ളിയിലേക്ക് യാത്ര ചെയ്യുന്ന കട്ട് ചെയ്ത് കയറുക. പഴയ പള്ളിയുടെ കവാടത്തിൽ ഞങ്ങളെത്തി, ചങ്ങനാശ്ശേരി. അവിടെ പോയാലും നമ്മൾ പഴയ പള്ളിയിൽ പോയി നിറച്ചിട്ടേ പോകത്തുള്ളൂ. ഞങ്ങളൊരു പൊതിയായിട്ട് അകത്തോട്ട് വരാം. അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൂടെ കൊടുക്കാമല്ലോ ഉച്ചയ്ക്ക്. ഇത് അവിടെ ഒരു അമ്മയും കുഞ്ഞും ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ പാർട്ടിയില്ല, അവർക്കത് കൊടുത്തു. അതുകൊണ്ട് ഞങ്ങൾ യാത്ര ഇരിക്കുക. ഞങ്ങൾ വഴി കൂടെ പുറയിലെല്ലാവരും അവർ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. മക്കളോട് ഞാൻ പറഞ്ഞു നല്ല കാഴ്ച കൊണ്ട് എടുത്തു എന്ന് പറഞ്ഞു. പിള്ളേർക്കെല്ലാം സന്തോഷം. ഞാൻ കണ്ടോ അക്ഷരനഗരി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റുമാനൂരൊക്കെ കഴിഞ്ഞുള്ള സീനറികളാണിത്. അത്യാവശ്യം പകർത്താൻ പറ്റുന്നതൊക്കെ ഞങ്ങൾ പകർത്തിയിട്ടുണ്ട്. കുറച്ച് കാഴ്ചകൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണും. നമുക്ക് നിങ്ങളുടെ കാഴ്ചയിലൂടെ നിങ്ങളെ ഇതെല്ലാം കാണിക്കുകയാണ്. ഇതുണ്ട് അവിടെ കാഞ്ഞിരമുറ്റത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഹോട്ടലുകളിലെ പലവിധ ഐറ്റംസ് സെക്കൻഡ് ഹാൻഡ് വിൽപ്പനയ്ക്കുണ്ട്. അവരെടുക്കുകയും അതിൻ്റെ സെക്കൻഡ് ഹാൻഡ് വിലയ്ക്ക് അത് കൊടുക്കുകയും പുതിയൊരു ഹോട്ടൽ തുടങ്ങാനുള്ള എല്ലാ സംവിധാനങ്ങളും അവിടെ ഉണ്ട്. കാഞ്ഞിരത്തിന് തൊട്ട് മുമ്പുള്ള സ്ഥലമാണിത്. സൈഡിൽ മൊത്തം നിരത്തി വെച്ചിരിക്കുക. ഹോട്ടലുകൾ പുതിയ തുടങ്ങാനും തട്ടുകടയും ആയിട്ട് നമുക്ക് തുടങ്ങാൻ പറ്റിയ എല്ലാ വിഭവവും ഇവിടെ ചെന്നാൽ കിട്ടും. കൊതുകത്തിൽ അങ്ങനെ ഞങ്ങൾ ഷെയ്ഖ് ഫരീദുദ്ദീൻ റളിയല്ലാഹു അൻഹു കാഞ്ഞിരമുറ്റം ദർഗയിലേക്ക് കയറുകയാണ്. നേർച്ചയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ പോകുന്നത്. നമ്മുടെ കാഞ്ഞിരമുറ്റം കവാടിലെ അകത്തോട്ട് ഞങ്ങൾ കയറി. മലയപ്പള്ളി അതിൻ്റെ പൊക്കത്തുള്ള പോലെ അവരെല്ലാവരും കണ്ടു കാണും. അതുകൊണ്ട് ഞങ്ങളവിടെ ചെന്ന പുതിയ വാഴയിലയും മട്ടെല്ലാം നല്ല മണം വരുന്നത്. ആഹാരവും ഞങ്ങൾ കഴിച്ച് അവിടുത്തെ വീഡിയോ എല്ലാം പകർത്തി. ഇതവിടെ ഏക്കർ കണക്കിന് ഇങ്ങനെ വ്യാപിച്ചിരുന്ന സ്ഥലമാണ് മലയപ്പള്ളി കാഞ്ഞിരമുറ്റം. അതിൻ്റെ പുറയിലായിട്ടാണ്. അവിടെ നമുക്ക് തലയ്ക്ക് വെട്ടി തേങ്ങ വല്ലതും അടിക്കണമെങ്കിലോ പിന്നെ ഞങ്ങൾ അവിടെ ഒരു ആലുണ്ടായിരുന്നു. അവിടെ ഉച്ച സമയം നല്ല ചൂടില്ലേ, അവിടെ ഞങ്ങൾ കുറച്ച് നേരം ഇരുന്നു. ചുറ്റുപാടൊക്കെ മക്കൾ വീഡിയോസ് എടുക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ തിരിച്ചു വരുന്ന വരെ അവിടെ ഒരു ചായക്കടയിൽ കയറി കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്ത് 4 മണി കഴിഞ്ഞാണ് ഞങ്ങൾ ഇറങ്ങിയത്. ഇതെല്ലാം ഇറച്ചിയും ദുബായെല്ലാം ചെയ്ത് കഴിഞ്ഞ് അവിടുന്ന് ചായയും ഞാൻ കുടിച്ച്, പിള്ളേർക്ക് നാരങ്ങ വെള്ളമൊക്കെ കുടിച്ച് ഉണ്ടോ. അങ്ങനെ പിന്നെ തിരിച്ചു വരുന്നവരെ കോട്ടയം നാഗമ്പലത്തുണ്ട് നമ്മുടെ പോളിടെക്നിക്കിൻ്റെ അവിടെ ഒരു ജെറ്റ് വിമാനത്തിൻ്റെ ഒരു പ്രതിയുണ്ട്. നമ്മുടെ മോൻ പകർത്തിയത്.
എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. തുടർന്ന് ഞങ്ങൾ വീഡിയോ ഇടുന്നതാണ്. നിങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. ഞങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകണം.